ബ്യൂട്ടിഫുൾ സൗണ്ട്സ്. നമ്മൾ അമ്മമാർക്ക് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ സൊസൈറ്റി വെച്ചിട്ടുണ്ട്. അമ്മമാർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, മക്കളോട് അങ്ങനെ ചെയ്യണം, ചീത്ത പറയരുത് എന്നൊക്കെ. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ കല്യാണം കഴിയുമ്പോൾ പുതിയൊരു വീട്ടിലേക്ക് മാറണം, ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുഞ്ഞു കുടുംബം. അവിടെ നമ്മൾ നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യണം. അവിടെ നമ്മളുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ്, നമ്മളുടെ ലക്ഷറീസ് എല്ലാം നമ്മളാണ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കുട്ടികളെ എങ്ങനെ വളർത്തണം. സൊസൈറ്റിയുടെ വലിയ ഇൻ്റർവെൻഷൻസിലേക്കൊന്നും പോവാതെ നമുക്ക് എങ്ങനെ കുട്ടികളെ വളർത്താമെന്നുള്ളത്. ഇതിലുപരിയായിട്ട് ഭയങ്കര ഇൻസെക്യൂർ ആവും. അതായത് ഒരുപാട് പേര് കമ്പൽ ചെയ്യും, ലൈക്ക് കുട്ടികളെ ചീത്ത പറയരുത്, കുട്ടികളെ ചീത്ത പറയണം, കുട്ടികളെ അടിക്കണം, അടിക്കണ്ട. ഈ രീതിയിൽ പല രീതിയിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വരുമ്പോൾ ഒരമ്മ എന്ന നിലയിൽ എനിക്ക് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. വെദർ ഈ പറയുന്നത് ശരിയാണോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, പിന്നെ സെൽഫ് ഡൗട്ടായി തുടങ്ങും. അപ്പോൾ ഇപ്പോഴും നല്ലത് നമ്മളുടേതായിട്ടൊരു സ്പേസ് നമുക്ക് വിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് കല്യാണം കഴിഞ്ഞൊരു മകനോ മകൾക്കോ നമ്മൾ ആ സ്പേസ് വിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും രണ്ടാമത്തെ കുട്ടികളാകുമ്പോൾ ഈ മാറ്റം വരുന്നത് അതുകൊണ്ടാണ്. അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് അമ്മയാണ് അവിടെ, എന്ത് ചെയ്താൽ കുഴപ്പമുണ്ട്, എന്ത് ചെയ്താൽ കുഴപ്പമില്ല എന്നൊക്കെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കടിഞ്ഞൂൽ പൊട്ടൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എനിക്കറിയില്ല അത് എത്ര ആൾക്കാർക്ക് മനസ്സിലാവുന്നു. അതായത് ആദ്യത്തെ കുട്ടി എപ്പോഴും ഭയങ്കര പാമ്പാടായിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ പുള്ളിക്കാരനുണ്ടാവും. ആൾ കുറച്ച് കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആവില്ല, ആൾ കുറച്ച് കൂടുതൽ എന്താ പറയുക, എല്ലാ കാര്യത്തിലും ഡിപ്പെൻഡൻസിയും കാര്യങ്ങളൊക്കെ. അതിന് വേണ്ടി രണ്ടാമത്തെ ആൾ ഒരു രക്ഷയുണ്ടാവില്ല. പുള്ളിക്കാരൻ ഭയങ്കര, അല്ലെങ്കിൽ പുള്ളിക്കാരിയാണെങ്കിലും ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനറിയാം അല്ല. അപ്പോൾ അത് രണ്ടാമത്തെ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് അമ്മ വളർത്തുന്നതിൻ്റെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ, അതായത് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥ ഇത് നല്ലതല്ല എന്ന്. ഒരുപാട് ഗുണങ്ങളുണ്ട് മക്കളെ വളർത്തുന്ന രീതിക്കാണെങ്കിലും മക്കളെ നോക്കുന്ന രീതിക്കും ഒക്കെ, കുട്ടികളുടെ വളർച്ചയിലും ഒക്കെ ഒരുപാട് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. പക്ഷേ അതിനെന്തായിട്ടുള്ള പോരായ്മകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിന് ആളുകളെ ഉപദേശിക്കുക, അതുപോലെ ഈ ഗൈഡ് ലൈൻസ് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം ചെയ്യുന്ന പോലെയാണ്. പക്ഷെ ആക്ച്വലി അത് ഇൻസെക്യൂർ ആക്കുകയാണ് ചെയ്യുന്നത്, അവരറിയണില്ല. ഈവൻ അറിഞ്ഞാലും അവരതിനെക്കുറിച്ച് വലിയ ബോധവാടല്ല. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.